ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാസരസ്വതീ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാഠഭാഗം നോക്കാം. ഇന്ന് ദശകം 4, ശ്രീദേവി നാരായണീയത്തിലെ ദശകം 4, മധു കൈഡഭ വധം. യശശരീരനായ ഭാഗവതാചാര്യൻ പണ്ഡിതാഗ്രേസരൻ പാലേരി ശ്രീനാരായണൻ നമ്പൂതിരി രചിച്ച ദേവി നാരായണീയത്തിലെ 4ാമത്തെ ദശകമാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്ന് ശ്ലോകങ്ങൾ 7, 8, 9 ഇതാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. ശ്രീദേവി നാരായണീയം ദശകം 4, മധുകൈഡഭവധം. ശ്ലോകങ്ങൾ 7, 8, 9. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം, അതിനുശേഷം ശ്ലോകങ്ങളുടെ പദങ്ങളുടെ പദച്ഛേദമന്വയം, വ്യാഖ്യാനം എന്നിവയും ശ്രവിക്കാം. ആദ്യം പാരായണം. ശ്രീദേവി നാരായണീയം ദശകം 4, മധുകൈഡഭവധം. ശ്ലോകം 7, പാരായണം. യുദ്ധം കുരുത്വം ജഹിതൗ മയാ ഭൃശം സമ്മോഹിതൗ വക്രദൃശേത്യയം ത്വയാ സഞ്ചോദിതോ ഹൃഷ്ടമനാ മഹാർണവേ തസ്തൗ രണായായയതുശ്ചദാനവൗ. ശ്ലോകം 8. ഭൂയോപി കുർവൻ രണമച്യുതോ ഹസൻ കാമാതുരൗ തേ മുഖപദ്മദർശനാൽ താവാഹതുഷ്ടോസ്മ്യതുലൗ രണേയുവാം ദദാമ്യഹം വാം വരമേഷ വാഞ്ചിതം. ശ്ലോകം 9. താവോ ചതുർവിദ്ധി ഹരേ ന യാചകാവാം ദദാവസ്തവ വാഞ്ചിതം വരം
നാസത്യവാചോ സ്വ ഇതീരിതോ ഹരിസ്വാം സംസ്മരൻ ശത്രുജിഗീഷയാ ബ്രവീത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ശ്ലോകം 7 പദച്ഛേദം. യുദ്ധം കുരു ത്വം ജഹി തൗ മയാ ഭൃശം സമ്മോഹിതൗ വക്രദൃശ ഇതി അയം ത്വയാ സഞ്ചോദിതഃ ഹൃഷ്ടമനാഃ മഹാർണവേ തസ്ഥൗ രണായ ആയയതുഃ ച ദാനവോ. അന്വയവും അർത്ഥവും എന്താണെന്ന് നോക്കാം. ത്വം യുദ്ധം കുരു. ത്വം താങ്കൾ യുദ്ധം ചെയ്യൂ. തൗ ജഹി അവരെ വധിക്കൂ. ഇവിടെ ആരെയാണ് അവരെ വധിക്കൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അവരെ എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈത്യന്മാരെയാണ്. ഭഗവതിയാണ് പറയുന്നത് മഹാവിഷ്ണുവിനോട്, താങ്കൾ യുദ്ധം ചെയ്യൂ, അവരെ വധിക്കൂ. മയാ വക്രദൃശ മയാ എൻ്റെ അല്ലെങ്കിൽ എന്നാൽ വക്രദൃഷ്ടി കൊണ്ട് തൗ ഭൃശം സമ്മോഹിതൗ അവർ അത്യന്തം സമ്മോഹിതന്മാരായിരിക്കുന്നു. ഇതിത്വയ ഇപ്രകാരം അങ്ങയാൽ സഞ്ചോദിത പ്രേരിതനായ അയം ഇദ്ദേഹം അതായത് വിഷ്ണു ഹൃഷ്ടമനാഹ അത്യന്ത സന്തുഷ്ടനായി മഹാർണവേ മഹാസമുദ്രത്തിൽ രണായാതസ്തൗ യുദ്ധത്തിനായി നിലയുറപ്പിച്ചു. ദാനവൗച അസുരന്മാരും ആയയതുഹു അവിടെ എത്തിച്ചേർന്നു യുദ്ധത്തിനായിട്ട്. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. കഴിഞ്ഞ 6ാമത്തെ ശ്ലോകത്തിൽ മഹാവിഷ്ണു ദേവിയോട് പറഞ്ഞു, ഹേ ദേവി പ്രസാദിക്കണേ, അസുരന്മാരെ ജയിക്കാൻ എന്നെ പ്രാപ്തനാക്കണം, അതിനുള്ള വഴി അമ്മ തന്നെ കണ്ടുപിടിക്കണം എന്ന്. അത് കേട്ടപ്പോൾ ദേവി വളരെയധികം സന്തോഷിച്ച് പ്രസാദിച്ചു. ഇവിടെ പറയണു, ദേവി പ്രസാദിച്ചപ്പോൾ വിഷ്ണുവിന്റെ തളർച്ചയും തീർന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദേവി ത്വം യുദ്ധം കുരു, യുദ്ധം ചെയ്തോളൂ താങ്കൾ. ഞാൻ സമ്മോഹിതൗ വക്രദൃശേത്യയ, ഞാൻ അവരെ സമ്മോഹിതരാക്കിയിരിക്കുകയാണ്. എങ്ങനെയെന്നാൽ എൻ്റെ പ്രത്യേകതരമായിട്ടുള്ള ആ നോട്ടം കൊണ്ട്, വക്രദൃഷ്ടി കൊണ്ട് ഞാൻ ആ ദൈത്യന്മാരെ സമ്മോഹിതരാക്കിയിരിക്കുന്നു. അങ്ങനെ വിഷ്ണു ഈ സമയത്ത് മഹാസമുദ്രത്തില് യുദ്ധത്തിനായിട്ട് നിലയുറപ്പിച്ചു. ആ അസുരന്മാരും ദേവി പ്രസാദിച്ച് വിഷ്ണുവിന്റെ തളർച്ചയൊക്കെ മാറിയതിനാൽ വിഷ്ണുവിന്റെ തളർച്ചയൊക്കെ മാറിയതുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി അവരും ആ ദൈത്യന്മാരും യുദ്ധത്തിനായിട്ട് വന്നു. അതായത് ആ മഹാദേവിയുടെ പ്രത്യേകതരമായിട്ടുള്ള നോട്ടം കൊണ്ട് അസുരന്മാർ സമ്മോഹിതരായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണു വിജയിക്കും എന്ന് തീർച്ചപ്പെട്ടു. അത്യധികം സന്തോഷത്തോടെ മഹാവിഷ്ണു യുദ്ധസന്നദ്ധനായി. അസുരന്മാരും അവിടേക്ക് എത്തി യുദ്ധത്തിനായിട്ട് എന്ന് 7ാമത്തെ ശ്ലോകത്തില് വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഇനി 8ാമത്തെ ശ്ലോകത്തില് ആ ശ്ലോകത്തിന്റെ പദച്ഛേദം നമുക്ക് നോക്കാം. ഭൂയഃ അപി കുർവൻ രണം അച്യുതഃ ഹസൻ കാമാതുരൗ തേ മുഖപത്മദർശനാൽ ആഹ
തൗ തുഷ്ടഃ അസ്മി അതുലൗ രണേ യുവാം ദദാമി അഹം വാം വരം ഏഷഃ വാഞ്ചിതം. അന്വയാർത്ഥം നോക്കാം. ഭൂയഃ അപി, വീണ്ടും രണം കുറുവൻ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ, അച്യുതഃ മഹാവിഷ്ണു, തേ മുഖപത്മദർശനാത്, അങ്ങയുടെ മുഖാരവിന്ദം കണ്ട്, കാമാതുരൗ തൗ, കാമപീഡിതരായ അവരോട്, ഹസന്നാഹ, പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, തുഷ്ടഃ അസ്മി, ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, യുവാം, നിങ്ങൾ രണ്ടുപേരും, രണേ അതുലൗ, യുദ്ധത്തിൽ അനുപന്മാർ തന്നെ, ഏഷഃ അഹം, ഞാൻ, അതായത് ഈ ഞാൻ, വിഷ്ണുവാണല്ലോ പറയുന്നത്, വാം വാഞ്ചിതം വരം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരം, ദദാമി, തരാം, അല്ലെങ്കിൽ തരുന്നു. ഈ ശ്ലോകത്തിലെ വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, മഹാദേവിയുടെ ആ മുഖപത്മ ദർശനത്താൽ കാമാതുരൗതൗ, ഇവിടെ ദേവിയോട് പറയാണ്, നമ്മളൊക്കെ നാരായണീയത്തില് നമ്മൾ നാരായണീയത്തിലുള്ളത് പോലെ തന്നെയാണ് ഇവിടെയും. ദേവിയെ മുമ്പിൽ കണ്ടുകൊണ്ട് ദേവിയുമായി ഒരു സംവാദം രൂപേണയാണ് ദേവി നാരായണീയം. ഈ ദേവി നാരായണീയം ദേവിയുമായി ഒരു സംവാദം രൂപേണയാണ്. അതുകൊണ്ട് ശ്രീപാലേലി നമ്പൂതിരി ആ മഹാദേവിയോട് പറയണു, അമ്മയെ കണ്ട്, അമ്മയുടെ മനോഹരമായ ആ മുഖം കണ്ട് കാമപീഡിതരായിരിക്കുന്ന ആ അസുരന്മാരോട് ചിരിച്ചും കൊണ്ട്, അല്ലെങ്കിൽ മദഹസിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു. എന്താ ഭഗവാൻ പറഞ്ഞത്? തുഷ്ടഃ അസ്മി, ഞാൻ നിങ്ങളിൽ സന്തോഷിച്ചിരിക്കുന്നു. ദേവിയുടെ ആ സുന്ദരമായിട്ടുള്ള മുഖമൊക്കെ കണ്ട് കാമികളായിരിക്കുകയാണ് അസുരന്മാര്. വിഷ്ണു ആണെങ്കിൽ വാഗ്ദാനം ചെയ്തു, അല്ലേ, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ വരെ ഞാൻ നിങ്ങൾക്ക് തരാം എന്നാണ് മഹാവിഷ്ണു പറയണത്. അതായത് മഹാവിഷ്ണു വളരെ നല്ല ഇതിലാണ് പറഞ്ഞത്, എന്നോട് വരം ചോദിച്ചോളൂ, ഞാൻ പ്രസന്നനായിരിക്കുന്നു, ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കുന്നു, നിങ്ങൾ എന്താ വരം വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്നല്ലേ. അമ്മയെ കണ്ട്, അമ്മയുടെ മനോഹരമായ ആ മുഖമൊക്കെ കണ്ട് കാമപീഡിതരായിരിക്കുന്ന ആ അസുരന്മാരോട് ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. എന്താ പറഞ്ഞത്? തുഷ്ടഃ അസ്മി, ഞാൻ നിങ്ങളിൽ ഇതാ സന്തോഷിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും രണേ അതുലവും, യുദ്ധത്തിൽ അനുപന്മാർ തന്നെ. നിങ്ങൾക്ക് തുല്യരായിട്ട് ആരുമില്ല, നിങ്ങൾ അതുല്യരാണ്. അതുകൊണ്ട് ഏഷ അഹം, ഈ ഞാൻ, വാം വാഞ്ചിതം വരം, നിങ്ങൾ അതുല്യരാണ്. അതുകൊണ്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരം ദദാമി, തരുന്നു. ഞാൻ തരുന്ന വരം നിങ്ങൾ സ്വീകരിച്ചോളൂ. മഹാസമുദ്രത്തിൽ വെച്ച് അസുരന്മാരും മഹാവിഷ്ണുവും യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിനിടയിൽ മനോഹരിയായ സുന്ദരിയായ ആ മഹാദേവിയുടെ വദനം കണ്ട് അസുരന്മാർ മോഹിച്ചതോടുകൂടി അവരുടെ മനസ്സിൽ കാമം ഉണർന്നു. അവരുടെ മനസ്സിൽ എന്താ ഉണ്ടായി? കാമം അവർക്കുണ്ടായി. ആ ദേവിയോട് ഇഷ്ടം തോന്നി, അല്ലേ? ഇത് കണ്ടപ്പോ മഹാവിഷ്ണു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു അവരോട്, എന്നോട് ഇത്രയും കാലം നിരന്തരമായി യുദ്ധം ചെയ്യുവാൻ ഒരസുരനും ഇതുവരെ സാധിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും യുദ്ധത്തിൽ അദൃശ്യന്മാർ തന്നെയാണ്. ആ സ്നേഹാദരങ്ങളോടെ ഇതാ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കണത്? നിങ്ങൾക്ക് എന്ത് വരം വേണം? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇഷ്ടമുള്ളത് ചോദിക്കാം. ചോദിച്ചത് ഞാൻ തരുകയും ചെയ്യാം എന്ന് മഹാവിഷ്ണു പറയുകയാണ്. അതായത് മഹാസമുദ്രത്തിൽ വെച്ചാണ് യുദ്ധം, അല്ലേ? അസുരന്മാരും മഹാവിഷ്ണുവും കൂടിയിട്ട്. അതിൻ്റെ ഇടയിലാണ് ദേവിയുടെ മനോഹരമായ മുഖം
ഈ അസുരന്മാർ കാണുന്നതും അവരുടെ മനസ്സിൽ കാമം ഉണർന്നതും ഒക്കെ. അപ്പോ അത് കണ്ടപ്പോ മഹാവിഷ്ണുവിന് തോന്നി, മഹാവിഷ്ണു വളരെ മന്ദഹസിച്ചുകൊണ്ട് ആ അസുരന്മാരോട് പറഞ്ഞു, എന്നോട് ഇത്ര കാലം ഇതുവരെയായിട്ടും നിരന്തരമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരു അസുരനും സാധിച്ചിട്ടില്ല. നിങ്ങള് യുദ്ധത്തിൽ അസദൃശ്യന്മാരാണ്. അതായത് നിങ്ങളുടെ അസദൃശ്യന്മാരാണ് നിങ്ങൾ. ആ സ്നേഹാദരങ്ങളോടുകൂടി തന്നെ ഞാൻ നിങ്ങളോട് ഇതാ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ട വരം എന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, ചോദിച്ചത് ഞാൻ തരികയും ചെയ്യാം എന്ന് മഹാവിഷ്ണു പറയുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 9, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം നോക്കാം. തൗ ഊചതുഃ വിദ്ധി ഹരേ ന യാചകൗ ആവാം ദദാവഹ തവ വാഞ്ചിതം വരം ന അസത്യവാചൗ സ്വഹ ഇതി ഈരിതഃ ഹരിഃ ത്വാം സംസ്മരൻ ശത്രുജിഗീഷയാ അബ്രവീത്. അന്വയാർത്ഥം. തൗ ഊചതുഃ, അവർ പറഞ്ഞു, ആ ദൈത്യന്മാർ പറഞ്ഞു, ഹരേ, ഹേ വിഷ്ണു, വിദ്ധി, വിദ്ധി, ഹരേ വിദ്ധി, ഹേ വിഷ്ണു, ഇത് മനസ്സിലാക്കൂ. ആവാം ന യാചകൗ, ഞങ്ങൾ ചോദിച്ചു വാങ്ങുന്നവരല്ല. അസുരന്മാര് പറയണ മഹാവിഷ്ണുവിനോട്, ഞങ്ങള് ചോദിച്ചു വാങ്ങുന്നവരല്ല. തവ വാഞ്ചിതം, താങ്കൾക്കിഷ്ടപ്പെട്ട വരം ദദാവഹ, താങ്കൾക്കിഷ്ടപ്പെട്ട വരം ഞങ്ങൾ തരാമെന്ന്. അതാണ് അസുരന്മാർ പറയണ മഹാവിഷ്ണുവിനോട്. ആവാം അസത്യവാചവും, ഞങ്ങൾ അസത്യവാക്കുകൾ ന സ്വാഹ, ഞങ്ങൾ അസത്യവാക്കുകൾ അല്ല തന്നെ. ഇതി ഈരിതഃ, ഇപ്രകാരം പറയപ്പെട്ട ഹരിഹി ത്വാം സംസ്മരൻ, വിഷ്ണു അവിടുത്തെ ധ്യാനിച്ച്. വിഷ്ണു എന്താ ചെയ്തത്? ഭഗവതിയെ ധ്യാനിച്ചു. അതാണ് ഇവിടെ അവിടുത്തെ ധ്യാനിച്ച് എന്ന് പറയുന്നത്. ഹരിഹി ത്വാം സംസ്മരൻ, വിഷ്ണു ഭഗവതിയെ ധ്യാനിച്ച് ശത്രുജിഗീഷയ, ശത്രുക്കളെ ജയിക്കാനുള്ള ഇച്ഛയോടെ, ആഗ്രഹത്തോടെ, അബ്രവീത്, ഇങ്ങനെ പറഞ്ഞു. എന്താണ്? അതായത് മഹാവിഷ്ണു പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ചോദിച്ചത് തന്നുകൊള്ളാം എന്ന് അസുരന്മാരോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ആ അസുരന്മാര് പറയണു, ഹേ ഹരേ, ഹേ വിഷ്ണു, വിദ്ധി, ഇത് മനസ്സിലാക്കൂ. ആവാം ന യാചകവും, ഞങ്ങൾ ചോദിച്ചു വാങ്ങുന്ന യാചകന്മാരല്ല. തവ വാഞ്ചിതം, താങ്കൾക്കിഷ്ടപ്പെട്ട വരം അങ്ങോട്ട് തരുന്ന ആളുകളാണ് ഞങ്ങൾ. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട വരം ഞങ്ങൾ തരാം എന്ന് അസുരന്മാർ പറയണ മഹാവിഷ്ണുവിനോട്. ഞങ്ങൾ അസത്യവാക്കുകളൊന്നും പറയാറേയില്ല, പറയില്ല. ഇപ്രകാരം ആ ദൈത്യന്മാര് പറയുന്നത് കേട്ടപ്പോൾ ഹരിഹി ത്വാം സംസ്മരൻ, മഹാവിഷ്ണു ആ ജഗദംബയെ, മഹാദേവിയെ ധ്യാനിച്ചും കൊണ്ട് ശത്രുക്കളെ ജയിക്കുവാനുള്ള ഇച്ഛയോടെ ഇങ്ങനെ പറഞ്ഞു. അതായത് മഹാദേവിയുടെ സുന്ദരമായ മുഖം കണ്ട് കാമാർത്തികളായിരിക്കെയാണ്, അങ്ങനെ കാമാർത്തികളായിരിക്കെയാണ് അസുരന്മാര് വിഷ്ണുവിൻ്റെ ആ വാഗ്ദാനം കേട്ടത്. വിഷ്ണു എന്താണ് വാഗ്ദാനം പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ വരം വേണ്ടത്, ഞാൻ തരാം എന്നല്ലേ പറഞ്ഞത്. അപ്പോ ആ വിഷ്ണുവിൻ്റെ ആ വാഗ്ദാനം അവര് കേട്ടത് ആ ഭഗവതിയുടെ സുന്ദരമായ മുഖം കണ്ട് ആ ഭഗവതിയിൽ കാമാർത്തികളായിരിക്കെയാണത് കേട്ടത്. കൊടുക്കുന്നവൻ വലിയവൻ, വാങ്ങുന്നവൻ ചെറിയവൻ, ഇങ്ങനെ ആയിരിക്കുമല്ലേ എപ്പോഴും, അല്ലേ? ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ഒരു എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ആർക്കെങ്കിലും ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വലിയവൻ ആണ്, ആ വാങ്ങുന്നവൻ ചെറിയവനാണ്
അതാണ്, അങ്ങനെയായിരിക്കും എപ്പോഴും. ഇതൊരു ലോക നിയമമാണ്. മഹാസുന്ദരിയായ ദേവിയുടെ മുമ്പിൽ വെച്ച് വരം ചോദിച്ചു വാങ്ങുന്നത് തങ്ങൾക്ക് ന്യൂനത വരുത്തുമെന്ന് അസുരന്മാർ കരുതി. ഇവിടെ മഹാവിഷ്ണുവാണ് വരം അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞ്, പക്ഷെ അത് അസുരന്മാര് അവരപ്പോ ചെറുതായി പോയി എന്ന് വിചാരിക്കും. അവര് വലിയവരെ വാങ്ങുന്നവൻ ചെറിയവനായി പോവില്ലേ? അതുകൊണ്ട് വരം ചോദി തരാന്ന് പറഞ്ഞപ്പോഴും ഒന്നും പറഞ്ഞില്ല. മഹാസുന്ദരിയായ ദേവിയുടെ മുമ്പിൽ വെച്ച് വരം ചോദിച്ചു വാങ്ങുന്നത് തങ്ങൾക്ക് ന്യൂനത വരുത്തുമെന്ന് ആ അസുരന്മാര് കരുതി. അപ്പോ അവര് മഹാവിഷ്ണുവിന് വരം കൊടുത്ത് സ്വന്തം മേന്മ കാണിക്കാനായിട്ട് ഒരുങ്ങി. അസുരന്മാരല്ലേ, അവർക്ക് അസുരബുദ്ധിയല്ലേ ഉണ്ടാവുള്ളൂ, ആസുരബുദ്ധിയാണ് അവർക്ക് ഉണ്ടാവുക. അവര് വിചാരിച്ചു മഹാവിഷ്ണു വരം തരാന്ന് പറഞ്ഞാൽ അതും മഹാദേവിയുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ വരം മേടിക്കുമ്പോൾ അവർ ചെറുതായി പോവും, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾക്കത് ന്യൂനത വരുത്തും, തങ്ങൾക്കത് ന്യൂനത വരുത്തുന്നത് കൊണ്ട് സ്വന്തം മേന്മ അവിടെ കാണിക്കണമല്ലോ അസുരന്മാർക്ക്. അപ്പോൾ അവര് മഹാവിഷ്ണുവിന് വരം കൊടുത്ത് സ്വന്തം മേന്മ കാണിക്കാനായിട്ട് ഒരുങ്ങി. ഇവിടെ ഈ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തില് പ്രത്യേകം പറയുന്നുണ്ട്, അസുരന്മാർ ദേവിയുടെ വക്രദൃഷ്ടിയാൽ മോഹിതരായി എന്ന്. അത് ഓർക്കുക. വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ഉള്ള ന്യൂനതാധിക്യ ബോധം, അതാണ് ഇവിടെ ഈ മോഹം. മോഹിതരായി, വക്രദൃഷ്ടിയാൽ മോഹിതരായി. അതാണ് ഇവിടെ മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമുള്ള ന്യൂനതാധിക്യ ബോധം, അതാണ് ഈ മോഹം. ഇവിടെ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സമ്മോഹിതൗ വക്രദൃശേത്യയം ത്വയാ, അല്ലെ? വക്രദൃഷ്ടി കൊണ്ട് സമ്മോഹിതരായി ആ അസുരന്മാര് എന്ന് പ്രത്യേകം ഈ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ.